റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം അതിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇമോട്ടും പിന്നെ ലൂട്ട് ബോക്സും അതും ഇതൊക്കെ കാണിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ നമുക്കെന്നാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇമോട്ടെന്ന് പറഞ്ഞാൽ മാസ്റ്റർ അടിക്കുമ്പോൾ ഇമോട്ടാണ്. അത് മാസ്റ്റർ അടിക്കുമ്പോൾ എനിക്ക് സീസീന് കിട്ടിയത് ഉറപ്പായിട്ടും. എൻ്റെ ഇമോട്ട് ഫുൾ നോക്കുകയാണെങ്കിൽ 17 എണ്ണം ഉണ്ട്. അതിനകത്ത് 13 എണ്ണം പെർമനൻ്റ് ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് 13 ഇമോട്ടുകൾ പെർമനൻ്റ് ആയിട്ടുള്ളത്. ടെമ്പററി ആയിട്ടുള്ളത് 4 എണ്ണമാണ്. ഞാൻ എന്തായാലും മൊത്തം ഇമോട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമസ്തേ ഇമോട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇടുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റ് ലാൻഡിലെ മാസ്റ്റർ ക്രാഫ്റ്റർ 3 അടിക്കുമ്പോൾ കിട്ടുന്നതാണ്. അത് അടിക്കാം, എല്ലാവർക്കും അടിക്കാം, എളുപ്പത്തിൽ അടിക്കാൻ പറ്റും ചെറുതായിട്ട്. പിന്നെയുള്ള ഇമോട്ടെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഫേവററ്റ് ഇമോട്ടാണിത്. എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കും ഡയമണ്ട് പൊട്ടിച്ചെടുത്ത സാധനമാണിത്. പിന്നെയെന്ന് പറഞ്ഞാൽ ബൂയാ പാസ് അല്ല, ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന കൗണ്ട് 2 ആകുമ്പോൾ കിട്ടുന്ന വരെയാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് ബഡ്ഡി മാർട്ടിൽ പോയി മേടിച്ചതാണ് ഗൈസ്. എല്ലാവർക്കും മേടിക്കാൻ പറ്റും, എളുപ്പമാണ്. എളുപ്പമല്ല, കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഫയർ പാസ് ഇല്ലായിരുന്നു. ആ ഫയർ പാസിൽ നിന്ന് ഒരു പെട്ടി കിട്ടത്തില്ലേ, അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ഇമോട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോലിമോട്ടാണ്. ലോലിമോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡയമണ്ട് പൊട്ടിച്ചെടുത്ത് തന്നെയാണ്. ഇനി ഇതെല്ലാവർക്കും അറിയാലോ, ഫ്രീ ആയിട്ട് കൊടുത്ത പാരഡോക്സിൻ്റെ ഇമോട്ട്. എൻ്റെ കുറേ ഫ്രീ ആയിട്ടുള്ളതാണ് ഗൈസ്. പിന്നെ ഇത് സ്കോർപ്പിയോയുടെ അത്യാവശ്യം കൊള്ളാം, പക്ഷേ ഞാൻ എക്യിപ്പ് ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇത് കുഴപ്പമില്ലാത്തൊരു ഇതല്ലേ, ഞാൻ എക്യിപ്പ് ചെയ്യുന്നില്ല, എന്തുവായാലും എനിക്ക് ഇഷ്ടമല്ലത്. പിന്നെ ഇതെന്ന് വെച്ചാൽ FFWSന് ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു ഇമോട്ടില്ലേ, അത് നിങ്ങളുടെ എല്ലാവരുടെയും കാണും ചിലപ്പോൾ. പിന്നെ ഇത് എനിക്ക് ഓണസ്കോർ കുറേ ആയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ ഒരു ഫയർ പാസിൽ ഫ്രീ കൊടുത്തത്. പിന്നെയെന്ന് പറയുന്നത് എന്തോത്തിൻ്റെ ആയിരുന്നു, ഏതോ ഒരു ബാറ്റിംഗ് സ്റ്റൈലോ സ്വിച്ചിങ് സ്റ്റെപ്സ് എന്ന ഇമോട്ടിൻ്റെ പേര് ഏതോ ഒരു കോളാബിന് നടത്തിയതാണ്. പിന്നെ നമസ്തേ ഇമോട്ട്, പിന്നെ ബാറ്റിംഗ് സ്റ്റൈൽ, അങ്ങനെ കുറേ ഇമോട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമോട്ടിൻ്റെ കളക്ഷൻസ്. എനിക്ക് ഇമോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ മാസ്റ്റർ ക്രാഫ്റ്റ് അടിക്കുമ്പോൾ. ഞാൻ നമസ്തേ ഇമോട്ട് ഇട്ടിട്ടില്ല, ഇതൊന്നും ഇടാറില്ല അധികം, ഒന്നും ഇടാറില്ല. ഞാൻ ചുമ്മാ ഇതൊന്നും എടുത്ത് അത് ഇട്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഈ പെർമനൻ്റ് ആയിട്ട് ഇടാനൊന്നും ഇഷ്ടമില്ല ഗൈസ്. ഈ സ്കോർപ്പിയോടെ കൊള്ളാം ഗൈസ്, പക്ഷേ ഞാൻ ഒന്നും ഇടാറില്ല. പിന്നെ ഈ FFWS എന്തോ എല്ലാവരും തൂക്കാൻ കൊള്ളാം. ഈ ലോലിമോട്ട് എൻ്റെ ഫേവററ്റ്, ലോലിമോട്ടും മണി ഹേസ്റ്റിൻ്റെയാണ് ഫേവററ്റ് ഗൈസ്. ഇത് ഞാൻ ഇടാറില്ല, ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ കുറച്ചൊന്നും പഠിച്ചെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അണ്ടാപടിയാണ് എങ്ങനെ ക്രാഫ്റ്റ് ലാൻഡിൽ നിന്ന് അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ക്രാഫ്റ്റ് ലാൻഡ് എടുത്തിട്ട് പ്രൊഫൈലിൽ പോകണം, എന്നിട്ട് അവിടെ നിൽക്കണം, കാണാൻ പറ്റും. അപ്പം ഞാൻ മാസ്റ്റർ ക്രാഫ്റ്റേഴ്സ് 3 അടിച്ചു, അപ്പം എനിക്കത് കിട്ടി. പിന്നെ ഡ്രീമർ 1ഉം 2ഉം ഒക്കെ അടിക്കുമ്പോൾ പാരച്യൂട്ടൊക്കെ കിട്ടും. 2 അടിക്കുമ്പോൾ 3 അടിക്കുമ്പോൾ അവതാർ കിട്ടും. ആർക്കിടെക്റ്റ് 1 അടിക്കുമ്പോൾ നിങ്ങൾക്ക് ബാനർ കിട്ടും. പിന്നെ ഈ വിഷ് UMBയുടെ ഗൺസ്കിൻ കിട്ടും 2 അടിക്കുമ്പോൾ ആർക്കിടെക്റ്റിൻ്റെ. 3 അടിക്കുമ്പോൾ ഇത് കിട്ടും ഗൈസ്, ലൂട്ട് ബോക്സ്. മാസ്റ്റർ ക്രാഫ്റ്റർ 1 അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്കേറ്റിംഗ് ബോർഡും കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ അതൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഇമോട്ട് കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ചുമ്മാ ഗില്ലി എന്നൊരു ടോക്കൺ ഒന്ന് കളക്ട് ചെയ്തതാണ് അതുകൊണ്ട്. പിന്നെ ഇനിയുള്ള എൻ്റെ കളക്ഷൻ നോക്കുവാണെങ്കിൽ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ കുറച്ച് പിന്നുണ്ട്, എനിക്ക് 13 പിന്നുണ്ട്. പിന്നെ എനിക്ക് പുത്തനായിട്ട് കിട്ടിയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, അത് ഞാൻ മാറ്റാൻ പോവാം. ഇതിടാം, ഇതാണ് നല്ലത്. പിന്നെ പറഞ്ഞാൽ ഇത്രയുണ്ട്, 122 അവതാറുണ്ട് ഗൈസ്. നോക്കുവാണെങ്കിൽ ബാനർ 119 എണ്ണം ഉണ്ട്. ഇനി ഏറ്റവും ഫേവററ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ വിന്നിംഗ് കോളം എന്ന് പറഞ്ഞാണ് ഗൈസ്. അത് ഇക്കോട്ടയുടെ എത്ര ലെവൽ അടിക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ പറഞ്ഞാൽ എന്താ ഇതും ഇതൊക്കെയാണ് ഓരോ. പിന്നെ എൻ്റെ ഗോൾഡ് റോയിൻ്റെ ടോക്കൺ ഉണ്ട് ഗൈസ്, അത് എത്ര എണ്ണമാണെന്ന് അറിഞ്ഞൂടാ. ഗോൾഡ് റോയിൽ പോയി നമുക്ക് നോക്കാം.
നേരത്തെ യൂത്ത് ബോക്സ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഈ മെക്കാറിന്റെ ഇഷ്ടം. ഇതൊക്കെ ഞാൻ പണ്ടത്തെ അക്കൗണ്ടിലാണ്, എന്റെ പണ്ടത്തെ അക്കൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒക്കെ എന്റെ പുതിയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. ഇതെന്തായാലും നമുക്ക് എക്യൂപ്പ് ചെയ്യാം, അതാ നല്ലത്. പിന്നെ ഇതുണ്ടല്ലോ പാരച്യൂട്ട്, കിടിലൻ സാധനം ഗൈസ്. ഡോൺ വ്യോജീന്ന് കിട്ടുന്നതാണ്. പറഞ്ഞ സ്കൈ ബോർഡ് ഞാൻ മാറ്റാൻ പറഞ്ഞു, സർഫോർഡ്. ഇനി കാറിന്റെ സ്കിന്ന് വിഷയമാണ് ഗൈസ്. എന്റെ മോനെ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തേ, ഇത് ബെലീനിക്ക് വട്ടളിക്കുന്നു. ഞാൻ പൊതുവെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് മണി ഹെസ്റ്റ്, പക്ഷെ അതിനേക്കാളും കൊള്ളാവുന്ന ഇതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ സ്കിന്നാണ്, ഇത് നമ്മുടെ ഗിൽഡ് സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഇത് രണ്ട് നോക്കിയാൽ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. സീറ്റിൽ ഇത് കറുപ്പാ, മറ്റേത് ഗോൾഡാ, കണ്ടോ. അതാണ് മോൺസ്റ്റർ ട്രക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ അനിമേഷൻ ഉള്ളത്. പിന്നെ ഈ വണ്ടി എന്തെന്ന് സാധനം അതിന് ഞാൻ അനിമേഷൻ എന്താ ഇടാഞ്ഞ്, പക്ഷെ ഞാൻ മറന്നു. ഞാൻ ജീപ്പിന്റെ ഇതായിട്ടായിരുന്നു നല്ല രസമല്ലേ. ഇതിന് സ്കിന്നില്ല, ഓട്ടോയ്ക്ക് എനിക്ക് സ്കിന്നുണ്ട്. ഇത്രയൊക്കെയാണ് എന്റെ ഇമോട്ടും ആക്ഷൻസും ഒക്കെ.